Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In this lecture, we will be discussing about infrastructure project financing. Infrastructure project financing is the long-term financing of infrastructure and industrial projects based on the projected cash flows of the project. ഒരു ലോങ് ടേമിലേക്ക് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രോജക്ട്സിന് ആവശ്യകരമായ ഫൈനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ഫൈനാൻസിംഗ് എന്ന് പറയുക. എന്ത് കണ്ടുകൊണ്ടാണ് ഫൈനാൻസിങ് പ്രൊവൈഡ് ചെയ്യുന്നത്? ആ പ്രോജക്റ്റിന് ഉണ്ടാവുന്ന ക്യാഷ് ഫ്ലോസിനെ, ഫ്യൂച്ചറിന് ആ പ്രോജക്റ്റിന് ഉണ്ടാവാൻ സാധ്യതയുള്ള ക്യാഷ് ഫ്ലോസിനെ മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആ ക്യാഷ് ഫ്ലോ ഉപയോഗിച്ചുകൊണ്ട് ഈ ഫൈനാൻസിനെ റീകളക്ട് ചെയ്യാൻ പറ്റുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ലോങ് ടേമിലേക്ക് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രോജക്ട്സിന് ആവശ്യകരമായ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ഫൈനാൻസിംഗ് എന്ന് പറയുന്നത്. It refers to the way the government or private companies that own infrastructure find the money to meet the upfront cost of building it. ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി അവർക്ക് ആവശ്യകരമായ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനായി ആവശ്യമുള്ള ഫണ്ട് കണ്ടെത്തുന്ന ഒരു രീതിയെയാണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ഫൈനാൻസിങ് എന്ന് പറയുന്നത്. The financing is typically secured by all the project assets including the revenue proceeding contracts. അതായത് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ഫൈനാൻസിങ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ത് കണ്ടുകൊണ്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ആ പ്രോജക്റ്റിന് ഉണ്ടാകുന്ന ക്യാഷ് ഫ്ലോസ്, അതായത് ആ പ്രോജക്റ്റിന് ഉണ്ടാകുന്ന എല്ലാവിധ ക്യാഷ് ഫ്ലോസ് അല്ലെങ്കിൽ റവന്യൂസിനെയും അത് മാത്രമല്ല ആ പ്രോജക്റ്റിൻ്റെ എല്ലാവിധ അസറ്റ്സിനെയും സെക്യൂർ ആക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രോജക്ട്സിന് ആവശ്യകരമായ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ പ്രോജക്റ്റിൻ്റെ അസറ്റ്സും റവന്യൂ, ആ പ്രോജക്റ്റിന് ഉണ്ടാവാൻ സാധ്യതയുള്ള ക്യാഷ് ഫ്ലോസും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. The term infrastructure is widely used for public works such as water and electricity delivery system, road and bridges, etc. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ആവശ്യകരമായ പ്രോജക്ട്സിനാണ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ഫൈനാൻസിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്? അതായത് പബ്ലിക് വർക്ക്സ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, റോഡ്, ബ്രിഡ്ജസ്, ഇത്തരത്തിൽ പബ്ലിക്കിന് ആവശ്യകരമായ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യുന്നതിന് ആവശ്യകരമായ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ഫൈനാൻസിംഗ് എന്ന് പറയുന്നത്. Now let us look into some of the infrastructure development project models. Design, build, operate. A design, build, operate model is a project delivery model in which a single contractor is appointed to design and build a project and then to operate it for a period of time. ഒരു ഡിസൈൻ ബിൽഡ് ഓപ്പറേറ്റ് മോഡൽ എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റിനെ ഒരു സിംഗിൾ കോൺട്രാക്ടറെ കൊണ്ട് ഡിസൈൻ ചെയ്യുക, അത് ബിൽഡ് ചെയ്യുക, പിന്നീട് അത് അവർ തന്നെ ഓപ്പറേറ്റ് ചെയ്യിക്കുന്ന രീതിയിലേക്ക് ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിലേക്ക് ഒരു പ്രോജക്റ്റിനെ ഡിസൈൻ ചെയ്ത് ബിൽഡ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യാനായി ഒരു ഗവൺമെൻറ് ഒരു പ്രൈവറ്റ് സെക്ടറിനെ ഏൽപ്പിക്കുന്ന ഒരു മോഡലാണ് ഡിസൈൻ ബിൽഡ് ഓപ്പറേറ്റ് മോഡൽ എന്ന് പറയുന്നത്. The common form of such contract is public-private partnership in which a public client, that is government or public agency, enter into a contract with a private contractor to design, build and then operate the project. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മോഡലാണ് ഡിസൈൻ ബിൽഡ് ആൻഡ് ഓപ്പറേറ്റ് മോഡൽ എന്ന് പറയുന്നത്. അതായത് ഒരു പബ്ലിക് എൻറ്റിറ്റി, ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഏജൻസീസ് ഒരു പ്രൈവറ്റ് കോൺട്രാക്ടറെ ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്ത് ബിൽഡ് ചെയ്ത് അത് ഓപ്പറേറ്റ് ചെയ്യാനായി ഒരു കോൺട്രാക്റ്റിലൂടെ എഗ്രിമെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡിസൈൻ ബിൽഡ് ഓപ്പറേറ്റ് മോഡൽ എന്ന് പറയുന്നത്. As per the agreement, the government or government-owned entity finance the project and retain its ownership. അപ്പോൾ ഇത്തരത്തിൽ ഒരു എഗ്രിമെൻ്റ് പ്രകാരം ഒരു പബ്ലിക് എൻറ്റിറ്റി ഒരു പ്രൈവറ്റ് എൻറ്റിറ്റിയോട് ഒരു പ്രോജക്റ്റിനെ ഡിസൈൻ ചെയ്ത് ബിൽഡ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞതിന് ശേഷം പിന്നീട് ആ പ്രോജക്റ്റിന് ചിലവായ പൈസകളെല്ലാം ആ ഒരു പ്രൈവറ്റ് എൻറ്റിറ്റിക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആ ഒരു പ്രോജക്റ്റിൻ്റെ ഓണർഷിപ്പ് റീറ്റെയിൻ ചെയ്യുന്നൊരു മോഡൽ കൂടിയാണ് ഡിസൈൻ ബിൽഡ് ഓപ്പറേറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പബ്ലിക്
എൻറ്റിറ്റി ചെയ്യേണ്ട ഒരു പ്രോജക്റ്റിനെ ഒരു പ്രൈവറ്റ് എൻറ്റിറ്റിയെ ഡിസൈൻ ചെയ്ത് ബിൽഡ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചതിന് ശേഷം ഒരു സ്പെസിഫിക് പീരീഡിലേക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചതിന് ശേഷം പിന്നീട് അവർക്ക് നൽകേണ്ട ഫൈനാൻസിങ് എല്ലാം പ്രൊവൈഡ് ചെയ്ത് അതിൻ്റെ ഓണർഷിപ്പ് റീറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു മോഡലാണ് ഡിസൈൻ ബിൽഡ് ഓപ്പറേറ്റ് മോഡൽ എന്ന് പറയുന്നത്. Build, operate, transfer. It is a model used to finance large projects, typically infrastructure project development through PPP, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസൈൻ ബിൽഡ് ഓപ്പറേറ്റ് പറഞ്ഞ പോലെ തന്നെ മറ്റൊരു മോഡലാണ് ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ മോഡൽ എന്ന് പറയുന്നത്. ഒരു പബ്ലിക് എൻറ്റിറ്റി ഒരു പ്രൈവറ്റ് എൻറ്റിറ്റിയെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റായി ഏൽപ്പിക്കുന്ന ഒരു മോഡലാണ് ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ മോഡൽ എന്ന് പറയുന്നത്. Under the Build Operate Transfer scheme, a public entity, usually a local self-government, assigns to a private company the duties of building, owning, operating and managing the project in the project period. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു BOT എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു ഗവൺമെൻറ് ഏജൻസി, യൂഷ്വലി ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ് ആയിരിക്കാം, ഒരു പ്രൈവറ്റ് കമ്പനി ഏൽപ്പിക്കുകയാണ് ഒരു പ്രോജക്റ്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഒരു പ്രൈവറ്റ് കമ്പനി ഏൽപ്പിക്കുകയാണ്. അതിനെ ബിൽഡ് ചെയ്യണം, അതിനെ ഓൺ ചെയ്യണം. അതായത് ആ ബിൽഡ് ചെയ്ത് അവരുടെ സ്വന്തം പ്രോജക്റ്റ് എന്ന രീതിയിൽ അതിനെ ബിൽഡ് ചെയ്ത് അതിനെ ഓപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന തരത്തിലുള്ളൊരു മോഡലാണ് ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ മോഡൽ എന്ന് പറയുന്നത്. On completion of the project period, the ownership of the project is transferred to the grantor. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഒരു പ്രൈവറ്റ് കമ്പനിയെ ഒരു പ്രോജക്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്, അതായത് ഒരു ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അവർക്ക് ആവശ്യകരമായ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനായി ഒരു പ്രൈവറ്റ് കമ്പനി ഏൽപ്പിക്കുന്നു. ആ പ്രൈവറ്റ് കമ്പനി അത് ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കുറച്ച് നാൾ അവർ ഓപ്പറേറ്റ് ചെയ്തതിന് ശേഷം, അതായത് ഒരു നിശ്ചിത പീരീഡിലേക്ക് അവരത് ഓപ്പറേറ്റ് ചെയ്തതിന് ശേഷം എന്താണ് ഓപ്പറേറ്റ് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവർ ആ ഒരു പ്രോജക്റ്റ് കൊണ്ട് അവർക്ക് ഉണ്ടാവാനുള്ള പ്രോഫിറ്റാണ് ഇവർ ഈ ഓപ്പറേറ്റിംഗ് പീരീഡ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് കളക്ട് ചെയ്യുന്നത്. അതായത് ഒരു പ്രോജക്റ്റിനെ ഡിസൈൻ ചെയ്തു, അതിനെ അവർ ഡെവലപ്പ് ചെയ്തു, ഓപ്പറേറ്റ് ചെയ്ത് അതിനുള്ള റവന്യൂ അവർ കളക്ട് ചെയ്തതിന് ശേഷം ഇതിന് ഓണർഷിപ്പ് തിരിച്ച് ആരാണോ അവരെ ഏൽപ്പിച്ചത്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആണെങ്കിൽ അവരെ തിരിച്ച് ഏൽപ്പിക്കുന്ന ഒരു മോഡലാണ് ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ മോഡൽ എന്ന് പറയുന്നത്. Build, own, operate. In a public-private partnership project model in which a private organization builds, owns and operates some facility or structure with some degree of encouragement from the government. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മോഡലിൽ നിന്നും ഡിഫറൻ്റ് ആയി ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്, അതായത് ഒരു പബ്ലിക് എൻറ്റിറ്റി ചെയ്യേണ്ട പ്രോജക്റ്റ് ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷനെ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിനെ ഏൽപ്പിക്കുന്നു. അവർ ആ പ്രോജക്റ്റ് ബിൽഡ് ചെയ്യുന്നു, ഓൺ ചെയ്യുന്നു, ഓപ്പറേറ്റ് ചെയ്യുന്നു വിത്ത് സം പാർട്ട് ഓഫ് എൻകറേജ്മെന്റ് ഫ്രം ദ ഗവൺമെന്റ്. അതായത് ഗവൺമെന്റിന്റെ ഭാഗത്തിൽ നിന്നും ഫുൾ ഫിനാൻസിങ് ഉണ്ടാകുന്നില്ല, ചില ഇൻസെന്റീവ്സ് മാത്രമാണ് ബിൽഡ് ഓൺ ഓപ്പറേറ്റ് പ്രോജക്ട്സിന് നൽകുന്നത്. Although the government does not provide direct funding in this model, it may offer financial incentives such as tax exemption, ടാക്സ് കൺസെഷൻ എക്സെട്ര. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബിൽഡ് ഓൺ ഓപ്പറേറ്റ് മോഡലിനകത്ത് ഒരു ഗവൺമെൻറ് ഡയറക്റ്റ് ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എങ്കിൽ പോലും ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്, ടാക്സ് എക്സംഷൻ, ടാക്സ് കൺസെഷൻ എന്ന രീതിയിൽ, അതായത് ഈ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പ്രൈവറ്റ് എൻറ്റിറ്റിക്ക് ടാക്സിൽ കൺസെഷൻസും എക്സംഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുള്ള ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആണ് ഒരു ബിൽഡ് ഓൺ ഓപ്പറേറ്റ് പ്രോഗ്രാമിൽ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത്. The developer owns and operates the facility independently. മറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫിയറൻസ് ഇല്ലാതെ ആരാണോ ഈ ഒരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ആ ഒരു പ്രോജക്റ്റ് ബിൽഡ് ചെയ്യുന്നതും ഓൺ ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മോഡലാണ് ബിൽഡ് ഓൺ ഓപ്പറേറ്റ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ഫൈനാൻസിങ്ങും പിന്നീട് പല ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് പ്രോജക്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ഫൈനാൻസിംഗ് എന്ന് പറയുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സിന് ആവശ്യകരമായ ഫൈനാൻസിങ് പ്രൊവൈഡ് ചെയ്യുന്നൊരു മോഡലാണ്. പിന്നീട് പല ടൈപ്പ് ഓഫ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മോഡൽസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായി റിലേറ്റ് ചെയ്തതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ വായിച്ച് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. Thank you for listening. Have a nice day.